ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നൈജീരിയ, ബ്രസീൽ, ഗയാന സന്ദർശനത്തിന് തുടക്കമായി. പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ പ്രചാരണം ഊർജിതമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. വിർച്വൽ ക്യൂ സംവിധാനം വഴി ശബരിമല തീർത്ഥാടകർക്ക് ആദ്യ ദിനത്തിൽ സുഗമമായ ദർശനം സാധ്യമായതായി മന്ത്രി വി.എൻ. വാസവൻ. സംരംഭക വർഷം പദ്ധതിയിലൂടെ സംസ്ഥാനത്ത് 2.5 വർഷത്തിനിടെ 3,27,000-ലധികം സംരംഭങ്ങൾ ആരംഭിച്ചതായി മന്ത്രി പി. രാജീവ്. കേരളത്തിലെ സഹകരണ മേഖല രാജ്യാന്തര തലത്തിൽ മാതൃകയായി മാറിയെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. ആലപ്പുഴയിൽ നടക്കുന്ന സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ പാലക്കാട് ജില്ലയ്ക്ക് മുന്നേറ്റം. വാർത്തകൾ വിശദമായി. 6 ദിവസത്തെ നൈജീരിയ, ബ്രസീൽ, ഗയാന സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി യാത്ര തിരിച്ചു. ജനാധിപത്യം, ബഹുസ്വരത എന്നിവയിൽ ഇരു രാജ്യങ്ങൾക്കുമുള്ള വിശ്വാസത്തിൽ അധിഷ്ഠിതമായ തന്ത്രപരമായ പങ്കാളിത്തം സ്ഥാപിക്കുന്നതിന് നൈജീരിയൻ സന്ദർശനം അവസരമൊരുക്കുമെന്ന് യാത്ര പുറപ്പെടുന്നതിന് മുൻപ് നടത്തിയ പ്രസ്താവനയിൽ പ്രധാനമന്ത്രി പറഞ്ഞു. നൈജീരിയൻ പ്രസിഡന്റ് ബോല അഹമ്മദ് ടിനുബുവിന്റെ ക്ഷണപ്രകാരമാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം. രണ്ടാം ഘട്ടത്തിൽ G20 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ശ്രീ നരേന്ദ്രമോദി ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ എത്തും. ചൊവ്വാഴ്ച ഗയാന സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി വ്യാഴാഴ്ച ഇന്ത്യയിലേക്ക് മടങ്ങും. അപ്രതീക്ഷിത രാഷ്ട്രീയ നീക്കങ്ങളുമായാണ് പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം ക്ലൈമാക്സിലേക്ക് കടക്കുന്നത്. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലത്തിൽ നിർണായകമാകുന്ന ഓരോ വോട്ടും ഉറപ്പിക്കാനുള്ള അവസാനവട്ട ശ്രമങ്ങളിലാണ് സ്ഥാനാർത്ഥികൾ. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. 3 മുന്നണികളിലെയും താരപ്രചാരകരാണ് ഇന്ന് സ്ഥാനാർത്ഥികളുടെ മണ്ഡലത്തിലെ പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തത്. LDF സ്ഥാനാർത്ഥി പി. സരിന്റെ ഇന്നത്തെ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ മുഖ്യമന്ത്രിയും CPM പോളിറ്റ് ബ്യൂറോ അംഗവുമായ പിണറായി വിജയൻ പ്രസംഗിച്ചു. നാളെയും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുടെ പ്രചാരണ പൊതുയോഗങ്ങളിൽ പങ്കെടുക്കും. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പ്രചാരണ പരിപാടികൾക്ക് മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ ദീപാദാസ് മുൻഷി, കെ. സുധാകരൻ, വി. ഡി. സതീശൻ എന്നിവരാണ് നേതൃത്വം നൽകിയത്. NDA സ്ഥാനാർത്ഥി സി. കൃഷ്ണകുമാറിന്റെ കുടുംബയോഗങ്ങളിൽ BJP സംസ്ഥാന നേതാക്കളായ പി. കെ. കൃഷ്ണദാസ്, MT രമേശ് എന്നിവരും മഹിളാ ശാക്തീകരണ യാത്രയിൽ ശോഭാ സുരേന്ദ്രനും പങ്കെടുത്തു. വിർച്വൽ ക്യൂ സംവിധാനം വഴി ശബരിമല തീർത്ഥാടകർക്ക് ആദ്യ ദിനത്തിൽ സുഗമമായ ദർശനം സാധ്യമായതായി മന്ത്രി വി.എൻ. വാസവൻ. 30,000 പേരാണ് നട തുറന്ന വെള്ളിയാഴ്ച ദർശനത്തിനായി വിർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തിരുന്നത്. ഇതിൽ 26,942 പേർ ദർശനം നടത്തി. സ്പോട്ട് ബുക്കിംഗ് വഴി 1,872 ഭക്തരുമെത്തി. ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സന്നിധാനത്തെ വിവിധ വകുപ്പ് മേധാവികളുടെ അവലോകന യോഗത്തിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ശബരിമല മണ്ഡല മകരവിളക്ക് മഹോത്സവവുമായി ബന്ധപ്പെട്ട് കാനനപാതയിലൂടെ തീർത്ഥാടകരുടെ സഞ്ചാരത്തിന് സമയക്രമീകരണം ഏർപ്പെടുത്തിയതായി ഇടുക്കി ജില്ലാ കളക്ടർ അറിയിച്ചു. തീർത്ഥാടകരുടെ സുരക്ഷിതവും സുഗമവുമായ യാത്രാ സൌകര്യം കണക്കിലെടുത്താണ് സമയക്രമീകരണം ഏർപ്പെടുത്തിയത്. ശരണമന്ത്രങ്ങളാൽ മുഖരിതമായ ശബരിമലയിൽ 25ാം വർഷവും മണ്ഡല മകരവിളക്ക് കാലങ്ങളിലെ എല്ലാ ദിവസവും മുടങ്ങാതെ ശരണം വിളിക്കുന്ന ഒരാളുണ്ട്. സന്നിധാനത്ത് ദേവസ്വം ബോർഡ് ഇൻഫർമേഷൻ സെന്ററിൽ തീർത്ഥാടകർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ അനൗൺസ്മെന്റ് ചെയ്യുന്ന പത്തനംതിട്ട കോഴഞ്ചേരി സ്വദേശി AP ഗോപാലകൃഷ്ണൻ നായർ ഇത്തവണയും പതിവ് തെറ്റാതെ സന്നിധാനത്ത് ജോലി തുടരുകയാണ്. ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ തയ്യാറാക്കിയ റിപ്പോർട്ട്. സ്വാമിയെ ശരണമയ്യപ്പ എന്ന ശരണം വിളിക്ക് റെക്കോർഡ് ഏർപ്പെടുത്തിയാൽ അത് തനിക്കു തന്നെ ലഭിക്കുമെന്ന് പറയുന്ന AP ഗോപാലകൃഷ്ണൻ നായർ എന്ന ഗുരുസ്വാമി 25ാം വർഷവും തീർത്ഥാടകർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ മലയാളത്തിൽ നൽകാൻ സന്നിധാനത്തുണ്ട്. ഓരോ അനൗൺസ്മെന്റും തുടങ്ങുന്നതും അവസാനിക്കുന്നതും ശരണം വിളിച്ചാണ്. തീർത്ഥാടക ലക്ഷ്യങ്ങളെ ഭക്തിയുടെ കൊടുമുടിയിലേക്ക് കൈപിടിച്ചു നടത്തുന്നതാണ് ഗുരുസ്വാമിയുടെ ശബ്ദം. 40 വർഷം മുൻപ് അനൗൺസ്മെന്റ് ഉപജീവനമാക്കി മാറ്റിയ ഇദ്ദേഹം കലാനിലയം സ്ഥിരം നാടകവേദിയുടെ അനൗൺസറായിരുന്നു. സംരംഭക വർഷം പദ്ധതിയിലൂടെ 2.5 വർഷത്തിനിടെ 3,27,054 സംരംഭങ്ങൾ സംസ്ഥാനത്ത് ആരംഭിച്ചതായി മന്ത്രി പി. രാജീവ്. പുതുതായി ആരംഭിച്ച സംരംഭങ്ങളിൽ 1,00,000-ലധികം സംരംഭങ്ങളും നിർമ്മാണ മേഖലയിലാണെന്നും മന്ത്രി സമൂഹമാധ്യമ പോസ്റ്റിൽ അറിയിച്ചു. ഇതിലൂടെ 18,943.64 കോടി രൂപയുടെ നിക്ഷേപം കേരളത്തിലെത്തിക്കാൻ സാധിച്ചതായും 6,22,512 പേർക്ക് തൊഴിൽ ലഭിച്ചതായും മന്ത്രി പറഞ്ഞു.
കോഴിക്കോട് ചേവായൂർ ബാങ്ക് തെരഞ്ഞെടുപ്പിനിടെ സംഘർഷം. കോൺഗ്രസ് CPM പ്രവർത്തകർ തമ്മിൽ കയ്യേറ്റമുണ്ടായി. ആക്രമണത്തിനിടെ വാഹനങ്ങളുടെ ചില്ലുകളും തകർത്തു. സംഘർഷവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ജില്ലയിൽ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി നാളെ ഹർത്താൽ പ്രഖ്യാപിച്ചു. രാവിലെ 6 മുതലാണ് ഹർത്താൽ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. പുതുതലമുറയ്ക്ക് വളരാൻ ശാസ്ത്രവിജ്ഞാനം അത്യന്താപേക്ഷിതമാണെന്ന് മന്ത്രി സജി ചെറിയാൻ. അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും പരാജയപ്പെടുത്തി പുരോഗതിയിലേക്ക് കുതിക്കാൻ അതിലൂടെ സാധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കേരള സ്കൂൾ ശാസ്ത്രോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച കരിയർ സെമിനാറും കരിയർ എക്സിബിഷനും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആലപ്പുഴയിൽ നടക്കുന്ന കേരള സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ പാലക്കാട് ജില്ല മുന്നിൽ. 160 പോയിന്റാണ് പാലക്കാടിനുള്ളത്. 158 പോയിന്റുമായി മലപ്പുറം 2ാം സ്ഥാനത്തും 151 പോയിന്റുമായി കണ്ണൂർ 3ാം സ്ഥാനത്തുമുണ്ട്. കരിയർ സെമിനാർ, എക്സ്പോ എന്നിവയും ശാസ്ത്രോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ. ISRO ചെയർമാൻ ഡോക്ടർ S. സോമനാഥ്, ഇന്ത്യയുടെ മിസൈൽ വനിത എന്നറിയപ്പെടുന്ന ഡോക്ടർ ടെസി തോമസ് തുടങ്ങി നിരവധി പ്രമുഖരാണ് കൗമാര പ്രതിഭകളോട് അനുഭവങ്ങൾ പങ്കിടുവാൻ എത്തിയത്. പുതുതലമുറക്കാരുടെ കണ്ടുപിടുത്തങ്ങളും സൃഷ്ടികളും കണ്ടറിയാൻ സന്ദർശകരുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. കാർട്ടൂണിസ്റ്റ് ഡോക്ടർ ജിതേഷ് ജി നടത്തിയ ശാസ്ത്ര ദർശൻ വരയരങ്ങും ശ്രദ്ധേയമായി. കേരളത്തിലെ സഹകരണ മേഖല രാജ്യാന്തര തലത്തിൽ മാതൃകയായി മാറിയെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. ദേശീയ സഹകരണ വാരാഘോഷത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം ഇടുക്കിയിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. 2.5 ലക്ഷം കോടി രൂപ നിക്ഷേപമുള്ള മേഖലയായി സഹകരണ മേഖല മാറിക്കഴിഞ്ഞതായും മന്ത്രി പറഞ്ഞു. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുന്ന ഇടപെടലുകൾ പ്രോത്സാഹിപ്പിക്കണമെന്ന് മന്ത്രി KN ബാലഗോപാൽ. 71ാമത് അഖിലേന്ത്യാ സഹകരണ വാരാഘോഷം കൊല്ലം ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സഹകരണ മേഖലയെ നിലനിർത്തുന്നതിന് ധാരാളം പ്രവർത്തനങ്ങൾ സർക്കാർ നടത്തുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമാണ് 2ാം മൈൽ വ്യൂ പോയിന്റും പരിസര പ്രദേശങ്ങളും. മലനിരകളെ പുൽകിയിറങ്ങുന്ന കോടമഞ്ഞും തേയിലച്ചെടികളാൽ പച്ചവിരിച്ച മലഞ്ചെരിവും 2ാം മൈലിനെ സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമാക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. മൂന്നാറിന്റെ പ്രവേശന കവാടമാണ് 2ാം മൈൽ. മൂന്നാർ തൊട്ടരികിൽ എത്തിയെന്ന സഞ്ചാരികളെ വിളിച്ചറിയിക്കുന്ന ഭൂപ്രകൃതി. മഴ പെയ്താൽ പ്രദേശമാകെ മഞ്ഞുമൂടും. തെളിഞ്ഞ കാലാവസ്ഥയെങ്കിൽ ദൂരേക്ക് പരന്ന കാഴ്ചയൊരുക്കും 2ാം മൈൽ. മൂന്നാറിലേക്കുള്ള യാത്രയിൽ 2ാം മൈലിൽ ഇറങ്ങി വിശ്രമിച്ചും ചിത്രങ്ങൾ പകർത്തിയും ഒക്കെയാണ് സഞ്ചാരികൾ യാത്ര തുടരാറ്. മഴ മാറിയതോടെ മൂന്നാറും പരിസരങ്ങളും സഞ്ചാരികളാൽ കൂടുതൽ സജീവമാകുകയാണ്. കോടമഞ്ഞ് പുൽകുന്ന 2ാം മൈലിന്റെ മനോഹര കാഴ്ച സഞ്ചാരികൾക്ക് എത്ര ആസ്വദിച്ചാലും മതിയാവാറില്ല. BJP സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്ന സന്ദീപ് വാര്യർ കോൺഗ്രസിൽ ചേർന്നു. KPCC അധ്യക്ഷൻ K. സുധാകരൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ പാലക്കാട് നടന്ന ചടങ്ങിലായിരുന്നു സന്ദീപിന്റെ പാർട്ടി പ്രവേശനം. സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശം അപ്രസക്തമായ തിരക്കഥയെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പ്രതികരിച്ചു. സന്ദീപിന്റെ പാർട്ടി മാറ്റം BJPയിലോ സംസ്ഥാനത്തോ യാതൊരു ചലനവും ഉണ്ടാക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സന്ദീപിനെ ഇടതുപക്ഷത്തേക്ക് വിളിക്കുന്ന കാര്യം ആലോചിച്ചിട്ടില്ലെന്നും കോൺഗ്രസിൽ ചേർന്നതിൽ ഇടതുപക്ഷത്തിന് പരിഭവമില്ലെന്നും മന്ത്രി MB രാജേഷ് പറഞ്ഞു. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, കോഴിക്കോട്, വയനാട് എന്നീ 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നൈജീരിയ, ബ്രസീൽ, ഗയാന സന്ദർശനത്തിന് തുടക്കമായി. പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ പ്രചാരണം ഊർജിതമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. വിർച്വൽ ക്യൂ സംവിധാനം വഴി ശബരിമല തീർത്ഥാടകർക്ക് ആദ്യ ദിനത്തിൽ സുഗമമായ ദർശനം സാധ്യമായതായി മന്ത്രി VN വാസവൻ. സംരംഭക വർഷം പദ്ധതിയിലൂടെ സംസ്ഥാനത്ത് 2.5 വർഷത്തിനിടെ 3,27,000-ലധികം സംരംഭങ്ങൾ ആരംഭിച്ചതായി മന്ത്രി P. രാജീവ്. കേരളത്തിലെ സഹകരണ മേഖല രാജ്യാന്തര തലത്തിൽ മാതൃകയായി മാറിയെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. ആലപ്പുഴയിൽ നടക്കുന്ന സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ പാലക്കാട് ജില്ലയ്ക്ക് മുന്നേറ്റം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.